കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഹസീൻ ദിൽറുബ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ സിനിമ. ഫിർ ആയി ഹസീൻ ദിൽറുബ. ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടി കാർഡ്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യ ഭാഗം കണ്ട് അതിലെ കോംപ്ലക്സ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ സിനിമ തുടർന്ന് കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് പാതിരാത്രി സമയം മഴയത്ത് പേടിച്ചോടിക്കിതച്ച് ആരിൽ നിന്നോ രക്ഷപ്പെട്ട് ഓടി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്നത് നമ്മുടെ റാണിയെയാണ്. അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കി അവിടെ കയറി ചെന്ന് സർ പ്ലീസ് സാർ സഹായിക്കണം, എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊല്ലാൻ വരുന്നു എന്നാണ് അവൾ പറയുന്നത്. ആരാണ് ഇവളുടെ ഹസ്ബൻഡ്? നമ്മുടെ റിഷു. ഓൺ റെക്കോർഡ്സിൽ റിഷു ഇപ്പോൾ ജീവനോടെ ഇല്ല, അവൻ മരണപ്പെട്ടതാണെങ്കിലും ശരിക്കും അവൻ ജീവനോടെ ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടോ റിഷു ഇവളെ കൊല്ലാൻ ചെല്ലുന്നത്. ഇതിപ്പോൾ സ്ഥലം ആഗ്രയാണ്. എന്താ സംഭവം ഏതാ സംഭവം എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു 2 മാസം പുറകോട്ട് പോകണം. ആദ്യം തന്നെ ഒരു TV ന്യൂസാണ് കാണിക്കുന്നത്. അതിൽ പറയുന്നത് കടുത്ത മഴ കാരണം യമുന നദിയിലെ ബാരേജ് പൊട്ടി. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മുതലകളൊക്കെ ആഗ്ര പോലെയുള്ള പ്രദേശങ്ങളിലെ പല നദികളിലേക്കും ഒഴുകി വന്നിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് പഴയ പോലെ നദികളിലൊന്നും ഇറങ്ങരുത്, വളരെ കെയർഫുൾ ആയിരിക്കണം, റിവേഴ്സിൽ ഒരുപാട് ക്രോക്കഡൈൽസ് ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് ന്യൂസിലൂടെ അങ്ങനെ വാണിംഗ് കൊടുക്കുന്നു. ഈ ന്യൂസ് ഒക്കെ ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ പത്നിയും കണ്ടില്ലേ. ഇവരുടെ വീട്ടിലാണ് നമ്മുടെ റാണി ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ഋഷു ഇവിടെ ഇല്ല, അവൻ മറ്റൊരിടത്താണ്. അവന് റാണിയുടെ കൂടെ അങ്ങനെ തുടരാൻ പറ്റത്തില്ലല്ലോ. പുതിയൊരു ഐഡന്റിറ്റിയിൽ ഈ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെയോ ആയിട്ടുണ്ടവൻ. എത്രയും വേഗം ഈ രാജ്യത്തു നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോകണം. അല്ലാത്ത പക്ഷം ഇവർക്ക് അവർ ആഗ്രഹിച്ച പോലെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന്റെ പ്ലാനിംഗ് ഒക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ റാണിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്ത് രണ്ടുപേരും അങ്ങനെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇദ്ദേഹത്തെ കണ്ടില്ലേ, ഇദ്ദേഹത്തിന്റെ പേരാണ് അഭിമന്യു. പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണ്, ലോക്കൽ സെറ്റപ്പിലുള്ള ഒരു ഡോക്ടറാണ്. ഇവിടെ ഈ വീട്ടുടമസ്ഥയെ പോലുള്ള ആളുകളെയൊക്കെ അവരുടെ വീട്ടിൽ ചെന്ന് ട്രീറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു പാവം മനുഷ്യനാണേ. ഇതേ വരുന്ന നമ്മുടെ റാണി, പുള്ളിക്കാരി ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുവാണ്. ഇവിടെ അഭിമന്യുവിന് നമ്മുടെ ഹീറോയിന് ഒരു നോട്ടമുണ്ട്. ഇവളുടെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ്, ഇവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നൊക്കെയാണ് ഇവള് പറഞ്ഞേക്കുന്നത്. ആൻഡ് അഭിമന്യു നോക്കിയപ്പോൾ ഈ ചുറ്റുവട്ടത്തൊന്നും ഇത്ര ലുക്കുള്ള ഒരാളെ അവന് കണ്ടെത്താൻ സാധിച്ചില്ല. സോ പുള്ളിക്കാരൻ ഇഷ്ടമാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കാനോ ഒന്ന് പറയാനോ അവൻ കുറെ ശ്രമിക്കുന്നുണ്ട്. രാവിലെ തിരക്ക് പിടിച്ച് നമ്മുടെ ഹീറോയിൻ സാധനങ്ങളെല്ലാം എടുത്ത് ബ്യൂട്ടി പാർലറിലേക്ക് പോകുമ്പോൾ അവളെ തന്നെ ഇങ്ങനെ നോക്കി ഒലിപ്പിച്ച് നിൽക്കുകയാണ് അഭിമന്യു. കൂട്ടത്തിൽ ഈ ഹൗസ് ഓണർക്ക് ഇൻസുലിനും എടുക്കുന്നുണ്ട്. ഇൻസുലിനാടെ എടുക്കുന്നത് ശ്രദ്ധിക്കടേ, അളവെങ്ങാനും കൂടി പോയാൽ തേഞ്ഞ്. ഇവൻ എന്തൊരു ഡോക്ടറാണ് ഇവൻ. അങ്ങനെ റാണി ബ്യൂട്ടി പാർലറിലേക്ക് പോയി. പുള്ളിക്കാരി പോയി കഴിഞ്ഞാണ് പുള്ളിക്കാരി കമല ബിമലയെ കൊണ്ടുപോയില്ലെന്നുള്ള കാര്യം ഹൗസ് ഓണർ പറയുന്നത്. ഇതാണ് കമല ബിമല. ഈ 2 തല കണ്ടില്ലേ. ഉടനെ അഭിമന്യു കിട്ടിയ ചാൻസിന് ഇത് ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് കമല ബിമലയും എടുത്ത് റാണിയുടെ പുറകെ ചെല്ലുന്നു. അഭിമന്യു പുറകെ ഓടിച്ചെന്ന് അവളെ വിളിക്കുന്നുണ്ടെങ്കിൽ അവളത് കേട്ടില്ല. അതിനോടകം തന്നെ അവൾ ഓട്ടോയിൽ കയറിയിരുന്നു. അഭിമന്യുവും വിട്ടുകൊടുക്കുന്നില്ല. പുള്ളിക്കാരനും പുറകെ ബ്യൂട്ടി പാർലറിൽ ചെല്ലുവാണ്. അഭിമന്യു എത്ര മെനക്കെടുന്നുണ്ടെന്ന് നോക്കിയേ. റാണിക്ക് വേണ്ടി കുറേ ഓടി മേനക്കെട്ട് ഒടുക്കം ബ്യൂട്ടി പാർലറിൽ എത്തി ഒരു വിധത്തിൽ അവളെ ഈ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചു. ഇവന്റെ ഈ ആത്മാർത്ഥതയൊക്കെ കണ്ട് അവളെ ഇംപ്രസ്ഡ് ആയി. ബട്ട് ബ്യൂട്ടി പാർലർ ആ സമയം ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു അബദ്ധം പറ്റി പെട്ടിരിക്കുമായിരുന്നു. ആദ്യം ആ പ്രശ്നം ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് അഭിമന്യുവിനോട് 2 മിനിറ്റുള്ളിൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് പോയിട്ട് അവിടെ 2 മണിക്കൂർ അവൾ പണിയെടുത്തു. കുറേ സമയം അഭിമന്യുവിടെ വെയിറ്റ് ചെയ്തു. മഴയൊക്കെ പെയ്ത് മഴയൊക്കെ നനയുന്നുണ്ട്. റാണിയുടെ പണിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി നോക്കുമ്പോഴാണ് അഭിമന്യു ഇപ്പോഴും ഇവളെ കാത്ത് ഇവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. തിരക്കിലായിപ്പോയി. ഇപ്പോഴാണ് ഇവന്റെ കാര്യം ഓർക്കുന്നത്. ഒരു കുടയും എടുത്ത് ഓടി അവന്റെ അടുത്ത് നിന്ന് ഐ എം റിയലി സോറി, തിരക്കിലായിപ്പോയി എന്ന് ഇവൾ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ റാണി അടുത്ത വെള്ളിയാഴ്ച നമുക്കൊന്നിച്ച് സിനിമയ്ക്ക് പോയാലോ എന്ന് ഇവൻ ചോദിച്ചു. എന്നാൽ റാണി അതിന് പ്രോപ്പറായ ഒരു യേസ് പറയുന്നതിന് മുമ്പ് അവളുടെ ശ്രദ്ധ സൈഡിലോട്ടൊന്ന് പോയി. നോക്കുമ്പോൾ ദാണ്ടെ നമ്മുടെ ഋഷു ഒരു നീല കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ പതിയെ നടന്നു വരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവൻ ഈ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെ ഉണ്ടെന്നേ. മറ്റാരുടെ മുന്നിലും ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് കാണിക്കാതെ വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. റാണി ഋഷുവിനെ ശ്രദ്ധിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അഭിമന്യു എത്ര മണിക്ക് സിനിമ തുടങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവളും അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും ഓക്കെ എന്നങ്ങ് സമ്മതിച്ചു. അഭിമന്യു അവിടുന്ന് പോയി. നമ്മുടെ ഹീറോയിനും 2 പേരും ഇങ്ങനെ നടന്ന് അടുത്ത് വരുന്നു. ഇപ്പൊ നമ്മുടെ ഋഷുവിന് സിന്തറ്റിക് ഹാൻഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വന്ന് 2 തൊട്ടില്ല മട്ടില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരസിപ്പോയി. വേറെ ആർക്കും സംശയം തോന്നരുതല്ലോ ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും ഇവിടെങ്ങും ആരും അറിയാൻ പാടില്ല. ഋഷു ഇപ്പോൾ കറന്റ് ഡെലിവറി ജോബൊക്കെയാണ് ചെയ്യുന്നത്. ഡെലിവറി ജോബ് അതേപോലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി അവനെ കൊണ്ട് പറ്റാവുന്ന അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു. ആൻഡ് ഇവിടെ ഇവൻ അറിയപ്പെടുന്നത് രവി എന്ന പേരിലാണ്. ഋഷു എന്ന പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് രവി എന്ന ഫേക്ക് ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാക്കി രവി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നു. കുറേ നാളായിട്ട് ഇരുവരും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുണ്ടാക്കുന്ന പണമൊക്കെ സ്വരുക്കൂട്ടി വെച്ച് എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. റാണി അവൾ ഉണ്ടാക്കുന്ന പണമൊക്കെ ഒരു ടെലിഫോൺ ബൂത്തിൽ കൊണ്ടുവെക്കും. ഋഷു അത് അവിടെ വന്ന് എടുക്കും. ഒരേ സമയം ആയിരിക്കില്ല. അതിൻ്റെ ആർക്കും ഡൗട്ടും തോന്നത്തില്ല. ഇങ്ങനെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിച്ചു വളരെ പെർഫെക്റ്റ് ആയിട്ട് മറ്റാർക്കും സംശയം തോന്നാത്ത രീതിയിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഈ പുള്ളിക്കാരനാണ് ഇവരുടെ ഉഡായിപ്പ് ട്രാവൽ ഏജന്റ്. ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവരെ തായ്ലൻഡിലേക്ക് കടത്തി തരാമെന്നാണ് പുള്ളിക്കാരന്റെ വാഗ്ദാനം. ഇനി ജസ്റ്റ് ഒരു 2 മാസം. ഇയാൾ ചോദിച്ച പൈസ എല്ലാം ഓൾറെഡി കൊടുത്തു. ഒരുപാട് നാളായിട്ട് ഇവർ സ്വരുക്കൂട്ടി വെച്ച പണമായിരുന്നു. എന്തായാലും ഇനി ഒരു 2 മാസം കൂടെ സഹിച്ചാൽ പോരെ. 2 മാസം കഴിഞ്ഞാൽ ഇവർക്ക് നേരെ തായ്ലൻഡിൽ പോകാലോ. അവിടെ കെട്ടിയതാൽ ഇവിടെ നമ്മുടെ ഋഷു കുറച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേരം അവിടേക്ക് വന്ന് നമ്മുടെ ഋഷുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ഈ പുള്ളിക്കാരിയെ കണ്ടില്ലേ. ഇവളുടെ പേരാണ് പൂനം. പുള്ളിക്കാരിക്ക് ഒരു കാലില്ല, കാല് വയ്യാത്ത ആളാണ്. ഇവനെ നോക്കിയപ്പോൾ ഇവനൊരു കൈയില്ല. സോ പുള്ളിക്കാരി പാലം വലിക്കാൻ തുടങ്ങി. ഇവൾക്ക് രവിജിയെ കെട്ടണം. ആരാ രവിജി? നമ്മുടെ ഋഷു തന്നെ. ഇവ സമ്മതിക്കുവോ? പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധത്തിൽ അവളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അങ്ങനെ പോവാണ്. പൂനത്തിന്റെ വീട്ടിലാണ് ഋഷു വാടകയ്ക്ക് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലുള്ള സമയം എപ്പോഴും ഇവളുടെ ബുദ്ധിമുട്ടുണ്ടാവും. ഇവൻ എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഇവന്റെ അടുത്ത് വന്ന് ഇവനെ കിസ്
കിസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു, അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയാണോ അവൾ കാണിച്ചു കൂട്ടുന്നത്. ഇവനെ എങ്ങനെയെങ്കിലും അവളുടെ വലയിലാക്കാൻ പഠിച്ച പണി പതിനിട്ട് നോക്കുന്നുണ്ട്. ഇവൻ ചില സമയത്തൊക്കെ ഒരുമാതിരി സൈക്കോയെ പോലെയാണ് പെരുമാറ്റം. ഇവൻ എത്രയൊക്കെ പിടിച്ചു മാറ്റിയാലും പിന്നെയും തള്ളി കയറി വരും. അടുത്ത ദിവസം റാണി ഋഷുവിനെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡയറക്റ്റ് ഒന്നും മീറ്റ് ചെയ്യത്തില്ല, ഫോണിലൂടെയുള്ള കോൺവെർസേഷൻസ് മാത്രം. താജ്മഹലിന് കുറേ മുന്നിലുള്ള കുറച്ചങ്ങോട്ട് മാറിയുള്ള ഒരു പാർക്കിൽ പോയിരുന്ന് രണ്ടുപേരും സംസാരിക്കാറുണ്ട്. പരസ്പരം അടുത്തിരിക്കാറില്ല, അപ്പുറം ഇവരുള്ള ബെഞ്ചിലിരുന്ന് ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. കുറേ സമയം അവരങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. ഇന്നാണ് വെള്ളിയാഴ്ച. അഭിമന്യു ഇവളോട് പടത്തിനിയല്ലോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ റാണി ഈ കാര്യം മറന്നുപോയി. അഭിമന്യു അവിടെ ഓൾറെഡി തിയേറ്ററിൽ ചെന്ന് ആ ഓടുന്ന ഷോയുടെ മൊത്തം ടിക്കറ്റും വാങ്ങി അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുവാണ്. റാണിയാണെങ്കിലോ നമ്മുടെ ഋഷുവിന്റെ കൂടെ അവൾ താമസിക്കുന്നിടത്തുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി നടക്കുമ്പോൾ പാവം അഭിമന്യു ഒരുപാട് കാശ് മുടക്കി ഷോയുടെ ടിക്കറ്റ് മൊത്തം വാങ്ങി തിയേറ്ററിൽ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞ് ഒരു പരുവമായി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് അഭിമന്യു നമ്മുടെ റാണി താമസിക്കുന്ന ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവളും ഇവൻ പടത്തിന്റെ എല്ലാം വിളിച്ച കാര്യത്തെപ്പറ്റി ഓർക്കുന്നത്. ഐ എം റിയലി സോറി അഭിമന്യു, ഞാൻ ആ കാര്യം ഓർത്തയില്ല, ഞാനത് മറന്നുപോയി എന്നൊക്കെ ഇവള് പറഞ്ഞപ്പോൾ, ഇല്ല റാണി ചെയ്ത് കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും തിരക്കിലായിരുന്നിരിക്കുമല്ലോ, ഒരു കാര്യം ചെയ്യാം, അടുത്ത ഫ്രൈഡേ എൻ്റെ കൂടെ പടത്തിന് വരുമോ. റാണിക്കും ഇവന്റെ ഈ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ സമ്മതിക്കാനേ തോന്നിയുള്ളൂ. ശേഷം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഋഷുവിനോട് ഇവൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇവർ ഫോണിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കത്തില്ല, മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ ഷെയർ ചെയ്യുവാണ്. ഈ സമയത്താണ് റാണിയുടെ പേഴ്സും തട്ടിപ്പറിച്ചുകൊണ്ട് ഒരു കള്ളൻ ഓടി പോകുന്നത്. അത് കണ്ട് ഋഷു അവൻ്റെ പുറകെ ഓടി ചെല്ലുന്നു. അങ്ങനെ ഓടി ചെന്ന് കള്ളൻ ചെന്ന് കയറുന്നത് നേരെ ഒരു പോലീസ് ജീപ്പിന് മുന്നിലോട്ടാണ്. പോലീസ് വെഹിക്കിൾ കണ്ടതും കള്ളന്റെ പുറകെ ഓടി വന്ന് നമ്മുടെ ഋഷു ഇതേ പേടിച്ച് അവിടെ ഓടി പോകുന്നു. എന്താ സംഭവമെന്നോ, ആ പോലീസുകാരൻ വേറെ ആരുമല്ല, നമ്മുടെ കിഷോറാണ്, ജ്വാലാപൂറിലെ ഇൻസ്പെക്ടർ. അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടിയത് ഇങ്ങോട്ടാണ്. അങ്ങനെ ഋഷുവിനെയും കണ്ടു, റാണിയെയും കണ്ടു. രണ്ടുപേരും ആകെ അങ്ങ് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2 മാസം കൂടെ കഴിഞ്ഞാൽ തായ്ലൻഡിലേക്ക് പോകാനിരുന്നതാണ്. അതിനിടയിലാണ് ഇങ്ങേര് കയറി വന്നത്. ഇപ്പോഴേ നമ്മുടെ റാണി താമസിക്കുന്ന വീട്ടിലോട്ട് അവളെ അന്വേഷിച്ച് അങ്ങേര് വരുന്നുണ്ട്. റാണിയും ഒരുമാതിരി അങ്ങ് പെട്ടുപോയി. അങ്ങേര് ഇനിയിപ്പോൾ എന്തൊക്കെയാണോ ചോദിക്കാൻ പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഋഷു ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അങ്ങേരോട് പറയാൻ പാടില്ല. കിഷോറിന് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും ഇവള് തുറന്ന് സമ്മതിക്കാൻ പാടില്ല. ഹലോ റാണിജി, നിങ്ങളുടെ ദിനേശ് പണ്ഡിറ്റ് വലിയൊരു സംഭവമല്ലേ. പുള്ളിക്കാരനെ റാത്ത് ഓഫ് കസോൾ ഞാൻ വായിച്ചായിരുന്നു. അതിലെക്കാതെയൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായി. റാണിജിയുടെ ഇൻസ്പിറേഷൻ അല്ലേ അയാള്. ദേ കള്ളൻ അടിച്ചുകൊണ്ട് പോയ റാണിജിയുടെ പേഴ്സ് ഇവിടെയുണ്ട്. ഞാൻ ഇനി ഇവിടെയൊക്കെ തന്നെ കാണും, നമുക്കിനി മീറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങേര് പോകുന്നത്. ഋഷു ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞതോടെ ഇവരെ രണ്ടുപേരെയും പൊക്കി കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്യാനല്ലേ അങ്ങേര് ശ്രമിക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഒരുപാട് വട്ട് കളിപ്പിച്ചൊരു കേസായിരുന്നു അത്. അത് സോൾവ് ചെയ്യാനൊരു ചാൻസ് കിട്ടിയാൽ ഇദ്ദേഹം എന്തായാലും വിടത്തില്ലല്ലോ. ഇൻസ്പെക്ടർ കിഷോറിന് ഇവരുടെ പുറകെ ഉണ്ടാവും. ഇവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം റാണി ഋഷും കൂടി ഒരു സിനിമയ്ക്ക് പോയി. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ഡിസ്റ്റൻസ് ഇട്ട് ദൂരെയുള്ള സീറ്റുകളിലാണ് ഇരിക്കുന്നത്. എന്നാൽ വെരി സർപ്രൈസിംഗ്ലി ഇതേ സിനിമയ്ക്ക് ഇൻസ്പെക്ടർ കിഷോറും വരുന്നുണ്ട്. പുള്ളി ഇവരെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഒരു വിധത്തിലാണ് ഋഷു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പുള്ളിക്കാരൻ അവന്റെ സിം ഒക്കെ നശിപ്പിച്ച് കളഞ്ഞു. പോലീസ് റാണിയുടെ സിം ട്രാക്ക് ചെയ്ത് ഇവനെ വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തി അവനിലേക്ക് എത്താൻ അതൊരു കാരണമായേക്കാവല്ലോ. ഇതിപ്പോൾ സിം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് പോലീസിന് പെട്ടെന്ന് ഇവനിലേക്ക് എത്താൻ പറ്റത്തില്ല. പക്ഷേ റാണിയുമായിട്ട് ഇനി എങ്ങനെ കോൺടാക്ട് ചെയ്യും, ഇവർ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യും, അതിനും ഒരു വഴിയുണ്ട്. ദിനേശ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ കടുത്ത ഫാനായ റാണിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ ലൈൻസ് ഒക്കെ കാണാതറിയാം. തുടർന്ന് നമ്മുടെ ഋഷു ഒരു വെഹിക്കിളിൽ അദ്ദേഹത്തിന്റെ ലൈൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ ഓണർക്ക് പൈസയൊക്കെ കൊടുത്ത് നമ്മുടെ റാണി വർക്ക് ചെയ്യുന്ന ബ്യൂട്ടി പാർലറിന്റെ അവിടെ കൊണ്ട് കുറച്ച് നേരം നിർത്തിയിടണമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. റാണി ആ വെഹിക്കിളിൽ എഴുതിയിരിക്കുന്നതൊക്കെ കണ്ടു. ഋഷു തനിക്ക് ക്ലൂ തരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദിനേശ് പണ്ഡിറ്റിന്റെ ലൈൻസിലൂടെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. നേരിട്ട് റാണിയുടെ ഫോണിലേക്ക് വിളിക്കാതെ പകരം ഇവർ സാധനങ്ങളൊക്കെ കൈമാറാൻ യൂസ് ചെയ്തിരുന്ന ഒരു ഫോൺ ബൂത്ത് ഉണ്ട്. ആ ഫോൺ ബൂത്തിലേക്ക് വിളിച്ച് ഇവളുമായിട്ട് സംസാരിക്കുന്നു. റാണി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. കിഷോറിന് ആ ഒരു ബുക്ക് വായിച്ചതിലൂടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായതേ ഉള്ളൂ. അയാളുടെ പക്കൽ തെളിവുകളില്ല. മേ ബി അയാൾ നിന്നെ 1-2 തവണ സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്തേക്കാം. എന്ത് ചോദിച്ചാലും മുമ്പത്തേനോട് കോൺഫിഡന്റ് ആയിട്ട് മറുപടി കൊടുക്കുക. അയാൾ പല മാർഗ്ഗങ്ങൾ യൂസ് ചെയ്തേക്കാം. അതിനൊന്നും പിടികൊടുക്കരുത്. ജസ്റ്റ് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ഒരു 2 മാസം എങ്ങനെയെങ്കിലും പിടിച്ചേക്ക് എന്ന് ഋഷു പറഞ്ഞു. സോ റാണിയും കോൺഫിഡന്റ് ആയിട്ട് അവളുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഋഷു ആവട്ടെ ആ ഒരു പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിന്റെ തിരക്കിലാണ്. ഋഷു പറഞ്ഞ പോലെ നമ്മുടെ റാണി ആഗ്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ ഇവളുടെ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് കിഷോർ അല്ല, പകരം പുതിയൊരു ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന്റെ പേര് മോണ്ടു. ഋഷു ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് മോണ്ടു ചാച്ച എന്നാണ്. ഋഷുവിന്റെ റിലേറ്റീവ് ആണ്, അതായത് കൊല്ലപ്പെട്ട നീലിന്റെ ചാച്ച. ഇൻസ്പെക്ടർ മോണ്ടുവിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ നീലിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരാളുടെ കൊലപാതകത്തിന് കാരണമായി ഇവരെ ഇങ്ങനെ വെറുതെ വിടുവോ? ഇൻസ്പെക്ടർ കിഷോർ ആസ് എ പോലീസ് ഓഫീസർ എന്ന രീതിയിലാണ് ഈ കേസ് അന്വേഷിച്ചതെങ്കിൽ ഇൻസ്പെക്ടർ മോണ്ടു ഇത് പേഴ്സണലായിട്ട് എടുത്തിരിക്കുകയാണ്. നീലിനെ കൊന്നവനെ എന്ത് വില കൊടുത്തും താൻ കണ്ടുപിടിക്കും. ഋഷുവിനും കൂടെ റാണിക്കും അർഹിക്കുന്ന ശിക്ഷ വാങ്ങി കൊടുത്തിരിക്കുമെന്ന് ഇങ്ങനെ ശബ്ദം ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ഒരാളിൽ നിന്ന് രക്ഷപ്പെടാൻ പണ്ഡിറ്റ്ജിയുടെ കഥകൾ റാണിയെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞ പണ്ഡിറ്റ്ജിക്കും പോലീസിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് കാരണം അവമാനിക്കപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടവനായി മാറിയ ഒരു വ്യക്തിയായിരുന്നു ഇവൾ ഈ പറയുന്ന പണ്ഡിറ്റ്ജി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകളിൽ എപ്പോഴും പോലീസ് ലൂസേഴ്സ് ആയിരിക്കും. പോലീസിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികാരം അദ്ദേഹം കഥകളാക്കി എഴുതി. അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ പോലും പോലീസ് ജയിക്കുന്നില്ലെന്നാണ് റാണി പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ഇങ്ങനെ ഇത് പേഴ്സണലാണല്ലോ. പുള്ളിക്കാരൻ അങ്ങേറെ ഫോഴ്സിനെ മുഴുവൻ ഉപയോഗിച്ച് നമ്മുടെ റാണി ദിവസേന എവിടെയൊക്കെ പോകുന്നു എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്ത് അവളുടെ ആ ഒരു റൂട്ടീനൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ആ ഏരിയ മുഴുവൻ ഋഷുവിന് വേണ്ടി അന്വേഷണം നടത്തുന്നു. അവന്റെ ഫോട്ടോ ഒക്കെ അവിടെയുള്ള കച്ചവടക്കാരെയൊക്കെ കാണിച്ച് അവനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിച്ച് അങ്ങനെ വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നു. കൂടാതെ ഇവർക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ തായ്ലൻഡിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ട്രാവൽ ഏജന്റില്ലേ അങ്ങനെ പോലീസ് പിടിക്കുന്നുണ്ട്. ഋഷുവും റാണിയും പെട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും വിട്ടുപോയി. ഇവർക്കിനി ഇവിടെ വിട്ട് എങ്ങനെ പുറത്തു പോകാൻ പറ്റും? സിറ്റിയിൽ പല ഭാഗത്ത് പോലീസ് സദാസമയം ഋഷുവിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു തരത്തിലും പോലീസിന്റെ കണ്ണിൽ പെടാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ. പോലീസ് അന്വേഷിച്ച് നമ്മുടെ ഋഷു വാടകയ്ക്ക് താമസിക്കുന്ന പൂനത്തിന്റെ വീട്ടിൽ എത്തുന്നുണ്ട്. അവിടെ ചെന്ന് പൂനത്തിനോട് ഋഷുവിന്റെ ഫോട്ടോ ഒക്കെ
കാണിച്ച് അവനെ പറ്റി ചോദിച്ചപ്പോൾ പൂനം അവനെ പറ്റിയുള്ള സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. അവളുടെ രവിജിയെ അവൾ പോലീസിന് പിടിച്ചു കൊടുക്കത്തില്ലല്ലോ. പോലീസിനോട് ഇവനെ പറ്റി പറഞ്ഞില്ല, പകരം നമ്മുടെ ഹീറോയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അത് യൂസ് ചെയ്യുവാണ്. പൂനം പറയുന്നത് കേട്ട് പൂനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോവാന്ന്. പുറത്തിറങ്ങിയ പോലീസ് ഇതിനകത്ത് തന്നെ നിന്നാ പൂനം എന്തൊരവസ്ഥയാണെന്ന് നോക്കിക്കോണേ. അന്ന് രാത്രി ഋഷു ഒരു വിധത്തിൽ പോലീസിന്റെ ഒന്നും കണ്ണിൽ പെടാതെ നമ്മുടെ റാണി താമസിക്കുന്ന അവിടെ എത്തുന്നുണ്ട്. ഇവരുടെ ട്രാവൽ ഏജന്റിനെ പോലീസ് പിടിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നൊരു അവസ്ഥയാണ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ റാണി എന്നാ പിന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയേക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മോണ്ടു ചാച്ച ഉറപ്പായും ഇവരെ പിടിക്കുമെന്നാണ് ഋഷു പറയുന്നത്. പണ്ടാരടങ്ങാൻ മോണ്ടു ചാച്ച, നീല്, എന്തൊരു കുടുംബമാണ് നിന്റേത്. റാണി ഞാൻ പറയുന്നേക്ക്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. ഞാൻ പോലീസിൽ സറണ്ടർ ചെയ്യാം. നീലിന്റെ കൊലപാതകത്തിൽ നിനക്കൊരു പങ്കുമില്ല, അവനെ കൊന്നത് ഞാനാണ്. ഇതല്ലാതെ നമുക്കിപ്പോൾ വേറെ വഴിയില്ല റാണി. ഡെഫിനറ്റ്ലി റാണി സമ്മതിക്കത്തില്ല. ജ്വാലാപൂറിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്ന് ഇതുവരെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കറക്റ്റായി ചെയ്ത് അവസാന നിമിഷം ഇങ്ങനൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ചെയ്തതിനൊക്കെ വെറും അർത്ഥമില്ലാതായി പോകത്തില്ലേ. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ അഭിമന്യു ഇവളെ തേടി ഇങ്ങോട്ട് വന്നേക്കുന്നു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ കൂടാതെ ദേ അടുത്ത് വരുത്. ഇന്ന് സിനിമയ്ക്ക് പോകണ്ടേ, നേരത്തെ ഇവൻ ഇങ്ങോട്ട് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ കരുതി. ഇവനെ കണ്ടപ്പോൾ റാണിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുവാണ്. ഇൻസ്പെക്ടർ മോണ്ടു കരുതുന്ന പോലെ നമ്മുടെ ഹീറോയിനും ഋഷുവും ഒരുമിച്ചല്ലെന്ന് അങ്ങേരെ ധരിപ്പിക്കാൻ സാധിച്ചാൽ അത് ഇവർക്ക് വലിയൊരു പ്ലസ് ആണ്. ആയതിനാൽ അങ്ങേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവൾക്ക് വേണമെങ്കിൽ അഭിമന്യുവിനെ കല്യാണം കഴിക്കാം. ഈ ഇങ്ങനെ ഇവരുടെ കല്യാണം കഴിയുവാണെന്നുണ്ടെങ്കിൽ മോണ്ടു കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു, ഋഷു ഇവിടെ ഇല്ലെന്ന് അങ്ങേരെ തെറ്റിദ്ധരിക്കാം എന്നൊക്കെയാണ് ഇവൾ പ്ലാൻ ചെയ്തത്. ഋഷുവിനും സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ല. അവൻ പോയി സറണ്ടർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഒരു ഐഡിയ ആണ് ഇവൾ പറയുന്നത്. സോ ഇവൾ അഭിമന്യുവിനെ പ്രപ്പോസ് ചെയ്തു. എത്രയും വേഗം കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അവനും ഓക്കെയാണ്. എന്തൊക്കെയോ ഇതിനിടയിൽ പുകയുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. എന്നാൽ അവൻ കല്യാണത്തിന് സമ്മതിച്ചു. അങ്ങനെ അവരുടെ കല്യാണവും കഴിഞ്ഞു. എന്നാൽ ഇവള് പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല മോണ്ടു. ഇതൊക്കെ ഇങ്ങരുടെ പ്ലാനിന്റെ ഭാഗമായിരിക്കും എന്ന് കരുതിയ മോണ്ടു എന്ത് ചെയ്തെന്നോ, ഇവരുടെ കല്യാണത്തിന് തന്നെ വരുന്നുണ്ട്. ഒരു പക്ഷേ റാണിയുടെ കല്യാണത്തിന് ഋഷു വന്നാലോ, ഋഷു വരാനുള്ള സാധ്യതയുണ്ട്. സോ അവനെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാവുന്ന പ്ലാനിൽ പോലീസും ഇങ്ങോട്ട് വന്നു. ഋഷുവും അവിടെ വരുന്നുണ്ട്. കല്യാണത്തിന്റെ ബാൻഡിന്റെ ഭാഗമായിട്ട് ഋഷു അവിടെ വന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. എന്നാലും മോണ്ടു ചാച്ച അവനെ പിടിക്കുന്നതിന് മുമ്പ് വിദഗ്ധമായി അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മുടെ റാണിയുടെ കല്യാണം കഴിഞ്ഞു. അഭിമന്യു ഫസ്റ്റ് നൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റാണി അതിനിടയിൽ തടസ്സപ്പെട്ട് ഋഷുവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അവളുടെ ചിന്ത ഇങ്ങനെയൊക്കെ പോയതോടെ അഭിമന്യുവും മടിച്ചു. ഫസ്റ്റ് നൈറ്റിലാണോ മുൻ ഭർത്താവിനെ പറ്റി പറയുന്നത്. പുള്ളിക്കാരൻ എന്തോ വിചാരിച്ചിട്ട് പോയി ഏണി പമ്പ് കളിക്കാന്ന് പറഞ്ഞിട്ട് ആ ബോർഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫസ്റ്റ് നൈറ്റിൽ ഏണി പമ്പ് കളിക്കുന്നു. അതിന്റെ കൂടെ ഇവന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 7ാമത്തെ വയസ്സിലാണ് അഭിമന്യുവിന് അവന്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുന്നത്. അതോടെ ഇവന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇവന് വേണ്ടപ്പെട്ടവരെന്ന് പറയാനായിട്ട് ബാക്കിയുള്ളത് ഇവന്റെ ചാച്ച, ചാച്ചി, പിന്നെ അവരുടെ 2 മക്കളുമാണ്. എന്നാൽ അഭിമന്യുവിന് 20 വയസ്സുള്ളപ്പോൾ അവർ 4 പേരും മരണപ്പെട്ടു. അതോടെ കുടുംബത്തിൽ ബാക്കിയുള്ളത് ഇവൻ മാത്രമായി. അഭിമന്യു ഒറ്റപ്പെട്ടു. അഭിമന്യു ഒരു അനാഥനായി എന്നൊക്കെ പറയാം. ജീവിതത്തിൽ ഇവനെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. ആകെ പോകെ ഒരു ജോലിയുണ്ട്. എത്ര നാൾ ആ ജോലി ചെയ്ത് ഇങ്ങനെ തുടർന്ന് ജീവിക്കാൻ പറ്റും. ഒരു പോയിന്റിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട്. ഏതാണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ റാണി ഇവൻ ആദ്യമായി കാണുന്നത്. അവളുടെ ആ ഒരു അപ്പിയറൻസ്, അവളുടെ ആ ഒരു സൗന്ദര്യം ഇവനെ വല്ലാതെ ആകർഷിച്ചു. പിന്നെ ഇങ്ങോട്ട് ഇവളുടെ പുറകെ നടന്ന് ഇവളോട് ഇഷ്ടമുണ്ടെന്ന് പറയാനായിട്ട് കുറെ ശ്രമിച്ച് ആൻഡ് ഫൈനലി ഇവൻ ആഗ്രഹിച്ച പോലെ അവരുടെ കല്യാണമൊക്കെ നടന്നെങ്കിലും നമ്മുടെ ഹീറോയിൻ അവനെ യൂസ് ചെയ്യുവാണെന്ന് ഇപ്പോഴും അവൻ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ അഭിമന്യു ഒരുപാട് വായിക്കുന്ന കൂട്ടത്തില്ല, ബുക്സ് ഒന്നും വായിക്കുന്ന കൂട്ടത്തിലുള്ള പുള്ളിക്കാരനെ ദിനേശ് പണ്ഡിറ്റിനെ ഒന്നും അറിയത്തേ ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. മാത്രമല്ല ഇവിടെ നമ്മുടെ ഹീറോയിന് ഫസ്റ്റ് നൈറ്റിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ട് ഇനി ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ ഇവൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതൊന്നും ഇവൻ്റെ പ്രശ്നമേ അല്ല. ഇവളെപ്പോൾ റെഡി ആവുന്നോ ആ സമയത്ത് മതി എന്നുള്ള രീതിയിൽ പുള്ളി മാറി പോകുന്നുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യാർ, ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ ഇവളിങ്ങനെ പറ്റിക്കുന്നത് കാണുമ്പോൾ ഒരുമാതിരി വല്ലാതെ ഫീൽ ചെയ്യുന്നില്ലേ. ആൻഡ് നമ്മുടെ ഋഷുവിൻ്റെ കാര്യം ഇപ്പോൾ ഇത്തിരി കഷ്ടത്തിലാണ്. അവൻ്റെ ഹൗസ് ഓണർ പൂന അവനെ വല്ലാണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് അവൻ്റെ അടുത്ത് വന്ന് അവനെ ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത് നമ്മുടെ റാണി ഇതെല്ലാം കാണുന്നുണ്ട്. അടിപൊളി. ഒരു വിധത്തിൽ എല്ലാം കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റാൻ നോക്കുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഓരോരോ വള്ളികൾ വരും. പൂനം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പുള്ളിക്കാരി ഒരു സൈക്കോ ആണ്. അവളുടെ മുൻ ബോയ് ഫ്രണ്ടിന് വേണ്ടി അവൾ 2ാമത്തെ നിലനിർത്തി ചാടിയതാണ് കാലി ഈ കോലത്തിലായത്. ഇവൾക്ക് ആരോടെങ്കിലും താല്പര്യം തോന്നിയാൽ ഭ്രാന്ത് പിടിച്ച പോലെ ഓരോന്നിങ്ങനെ ചെയ്തു കൂട്ടും. അവരെ സ്വസ്ഥമായിട്ട് ജീവിക്കാനേ സമ്മതിക്കൂല. ഋഷു ഒരു വിധത്തിൽ അവളെയൊക്കെ പിടിച്ചു മാറ്റി നമ്മുടെ ഹീറോയിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അവളുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അവളാവട്ടെ എന്റെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളെ ഞങ്ങൾ ഏണിയും പോകുമ്പോൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ നീ ആ മെനാട്ടുകളെ കിസ് ചെയ്ത് നിനക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കൂടാ. റാണി നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഹറാസ് ചെയ്ത് ഒരുമാതിരി എന്നെ വല്ലാത്ത കണ്ടീഷനിൽ എത്തിക്കുന്നു. ഒന്ന് പറഞ്ഞ് 2 അവൾ പിണങ്ങി പോയി പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാം തകടം അറിയത്തില്ലേ. എന്നാൽ റാണിക്ക് ഇതൊന്നും അറിയണ്ട, ഇതൊന്നും കേൾക്കണ്ട. ഇവൾ ഒരുമാതിരി ചതിക്കപ്പെട്ട രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. ഇത് ശരിയാവില്ല ഋഷു, നമ്മുടെ ലവ് തുടങ്ങിയപ്പോൾ മുതലേ എല്ലാം പ്രശ്നങ്ങളാണ്. ഇങ്ങനെയാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോൾ ഋഷു അവളെ പിടിച്ചു നിർത്തി. റാണി നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈ തന്നെ അറുത്തു മാറ്റി. എന്നാലും നിന്റെ കൈ വിടാൻ ഞാൻ തയ്യാറായിട്ടില്ല. ഇനി മുന്നോട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിനക്ക് വേണ്ടി എൻ്റെ തല അറുത്തു മാറ്റാൻ പോലും ഞാൻ തയ്യാറാവും. പക്ഷെ നിന്നെ ഞാൻ വിട്ടുകളയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല തലയറുത്ത് മാറ്റിയിട്ട് പിന്നെ വിട്ടുകളയത്തില്ലെന്നൊക്കെ പറയുന്നതിനകത്ത് എന്തോ ഇനിയിപ്പോൾ പണ്ഡിറ്റ്ജിയുടെ ബുക്കിൽ ഇങ്ങനെ വല്ലതും കാണുമായിരിക്കും. ഇവനിനി വല്ല പ്രേതമായിട്ട് വരുമോ. ഇത് കേട്ട് റാണിക്ക് ഒരുമാതിരി അങ്ങ് ഫീൽ അടിച്ച് പുള്ളിക്കാരി തിരിച്ചു നിന്ന് അഭിമന്യുവിനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അവൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയോണേ. ഒരു പോയിന്റിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി വരെ ചിന്തിച്ചവനാണ്. ആ സമയത്ത് ഇവളെ കണ്ടത് ഇവളെ ഇഷ്ടപ്പെട്ടതുമാണ് ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരാൻ കാരണം. ഇപ്പോൾ ഇവനെ ചതിച്ചു എന്നറിയുമ്പോൾ ലിറ്ററലി വല്ലാത്തൊരവസ്ഥയിലെത്തി അവന് വാശിയും ദേഷ്യവും ഒക്കെ തോന്നാം. അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അഭിമന്യു അത്ര മോശമായിട്ട് ചിന്തിക്കുന്നില്ല. പകരം സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ റാണിയെയും ഋഷുവിനെയും സഹായിക്കാൻ തീരുമാനിച്ചു. അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് മനസ്സിലാക്കി ഇവരുടെ പ്രണയം മനസ്സിലാക്കി അവരെ സഹായിക്കുവാണ്. തുടർന്ന് നമ്മുടെ ഋഷുവിനെ പൂനത്തിന്റെ അവിടുന്ന് മാറ്റി അവന് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അഭിമന്യു സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവന് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പോലീസിന്റെ പിടിയിൽപ്പെടാതെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്യാമെന്നൊക്കെയാണ് പ്ലാൻ. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. മറ്റൊരു പ്രശ്നമല്ല, മുമ്പ് നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടായിരുന്ന അതേ പ്രശ്നം
പ്രശ്നം തന്നെ പൂനം നമ്മുടെ ഹീറോയൊക്കെ ഫോളോ ചെയ്ത് ഇവിടെ വന്നിരുന്നു. ഇവളിത് വലിയ ചെലവായല്ലോ, അവളുടെ വീട്ടിൽ നിന്ന് മാറിയാലും വിടൂലിത്. ഇവള് പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഋഷുവിന് അവളെ കിസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അയ്യോ, ഇതിനെയൊക്കെ സമാധാനിപ്പിക്കാൻ വേറെ വഴിയില്ല. പൂനം, എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്, എനിക്ക് 1 മാസം സമയം തരണം. എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഉറപ്പ്, ഞാൻ നിങ്ങളെ വിട്ട് എങ്ങും പോകത്തില്ല. ഇവന്റെ ഈ ഒരു വാക്ക് വിശ്വസിച്ച് പൂനം അവിടെ നിന്ന് തിരിച്ചുപോയി. ഇവൻ എന്തായാലും അങ്ങോട്ട് തിരിച്ചു പോകത്തൊന്നുമില്ല, ബട്ട് ഇവളെ ഇപ്പൊ സമാധാനിപ്പിച്ച് വിടാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ അതൊക്കെ വിശ്വസിച്ച് പൂനം അവിടെ തിരിച്ചുപോയി. പുള്ളിക്കാരി തിരിച്ചു പോയി കഴിഞ്ഞ് പിന്നെയും ആരോ വാതിലിൽ നോക്കിയിരുന്നു. തുറന്നു നോക്കിയപ്പോൾ അത് പൂനമായിരുന്നില്ല, ദേ മറ്റൊരു പുള്ളിക്കാരൻ. ഇവന്റെ പേര് ലല്ലൻ. ഇവൻ അഭിമന്യുവിന്റെ ആളാണ്. എങ്ങനെ ഏത് തരത്തിലുള്ള ആളാണെന്നുള്ള കാര്യം കുറച്ച് മുന്നോട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ കട്ടിയതാൽ കുറച്ച് സമയം കഴിഞ്ഞ് അഭിമന്യു നമ്മുടെ ഹീറോയ്ക്ക് ഫുഡും കൊണ്ട് ഇങ്ങോട്ട് വന്നു. പുള്ളി ഇതിനകത്ത് കയറി ഫുഡൊക്കെ വെച്ചപ്പോൾ ഇവിടെ എന്തോ ഒരു വ്യത്യസ്ത സ്മെൽ അടിച്ചു. നേരത്തെ പൂനം വന്നപ്പോൾ അവളുടെ തലയിൽ ജാസ്മിൻ പൂ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്മെല്ലാണ്. അപ്പോൾ ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് ഇവന് മനസ്സിലായി. പൂനം വന്നു എന്ന് മാത്രമല്ല, ലല്ലൻ ഇവിടെ വന്നു എന്നുള്ള കാര്യവും ഇവന് മനസ്സിലാവുന്നുണ്ട്. അഭിമന്യുവിന്റെ ഒബ്സർവേഷനൊക്കെ ഭയങ്കര ലെവലാണ്. പുള്ളിക്കാരൻ ജസ്റ്റ് ആ ഒരു തറയിലെ പൊടി കണ്ട് തന്നെ ലല്ലൻ ഇവിടെ വന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത്ര മനസ്സിലാക്കിയതോടെ ഇത്രയും നേരം ഇവരെ സഹായിക്കാൻ ദേവദൂതനെ പോലെ ഇവരുടെ മുന്നിലുണ്ടായിരുന്ന അഭിമന്യു ഒരു അസുരനായി മാറുവാണ്. ഒരുമാതിരി തനി സൈക്കോയെ പോലെയായി നമ്മുടെ ഹീറോയെ തള്ളിയിട്ട് അവനെ പൂട്ടിയിട്ടിട്ട് അവിടുന്ന് പോകുന്നു. നേരെ നമ്മുടെ റാണിയുടെ അടുത്ത് നിന്ന് അവളെ വിളിച്ചൊരു വള്ളത്തിൽ കയറ്റി താജ്മഹലിന്റെ കുറേ മുന്നിലായിട്ടുള്ള റിവറിലേക്ക് കൊണ്ടുപോവാണ്. ഈ നദിയിലാണ് മുതലകളൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ തുടക്കത്തിൽ വാർത്തയിൽ കേട്ടത്. ആക്ച്വലി അഭിമന്യുവിന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും മരണത്തിന് കാരണം, പ്രത്യേകിച്ച് ഇവന്റെ ചാച്ചി അവരുടെ മക്കള്, അവരുടെ മരണത്തിന് കാരണം ഇവൻ തന്നെയാണ്. പണ്ട് ഇവന്റെ അച്ഛനും ഇവന്റെ ചാച്ചയും ഇവരൊക്കെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരങ്ങനെ ബിസിനസ് ഒക്കെ റൺ ചെയ്ത് പോകുന്ന സമയത്ത് ഇവന്റെ ചാച്ച ഇവന്റെ അച്ഛനെ ചതിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മരണത്തിലേക്ക് ലീഡ് ചെയ്തു. ലിറ്ററലി നിയമമോ പോലീസോ ആരും അവരെ സഹായിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അഭിമന്യു എന്ത് ചെയ്തെന്നോ, നേരത്തെ വന്നാൽ ലല്ലനില്ലേ, അവന്റെ സഹായത്തോടെ വിഷപ്പാമ്പുകളെ ഒപ്പിച്ച് ഇവന്റെ കുടുംബത്തിനെ എല്ലാം ഇല്ലാണ്ടാക്കി. അച്ഛനെയും അമ്മയും ചതിച്ചതിന്റെ പേരിൽ കുടുംബത്തെ മൊത്തം ഇല്ലാണ്ടാക്കി. ഇവൻ നമ്മുടെ റാണി ഇപ്പം ഇവനെ ചതിക്കുവാണെന്ന് മനസ്സിലാക്കി അവളെ സപ്പോർട്ട് ചെയ്യുവോ? ഒരിക്കലുമില്ല. ഇവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് ഇവന് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയെ ചതിച്ചില്ലാണ്ടാക്കി ഹീറോയിനെ സ്വന്തമാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഇവൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ചു കൂട്ടുന്നത്. ആളൊരു ബോൺ ക്രിമിനലാണ് എന്നൊക്കെ പറയാം. തന്റെ കുടുംബത്തെ മൊത്തം ഇല്ലാണ്ടാക്കിയിട്ട് ഇത്രയും നാളായിട്ട് ഇവൻ പിടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പൊ റാണിയെ ഇങ്ങനെ ഈ റിവറിൽ കൊണ്ടുവന്ന് ഇവന്റെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ എന്നെ ചതിക്കുമല്ലേ എന്റെ ചാച്ച ചെയ്ത പോലെ, ഇതുവരെ എപ്പോഴെങ്കിലും നമ്മൾ ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭിമന്യു വലിയ പ്രശ്നമാണ്, അഭിമന്യു ഒരു സൈക്കോ ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനും അവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മറുപടി കൊടുത്തു. അതായത് ഋഷു ഇതിന്റെ ഭാഗമല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായി നിന്നെ തന്നെ ചൂസ് ചെയ്തേനെ എന്നിങ്ങനെ. അവനെ കൺവിൻസ് ചെയ്യാൻ അത് തന്നെ ധാരാളമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അഭിമന്യു ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ കൂടെയുള്ള ഒരു ജീവിതമാണ്. അതിനവന് ഋഷുവിനെ ഒഴിവാക്കണം. അല്ലാണ്ട് റാണിയെ കൊന്നുകളയുക എന്നുള്ളത് പുള്ളിക്കാരൻ്റെ ഉദ്ദേശമേ അല്ല. ബിക്കോസ് ഇവൻ റാണിയെ സ്നേഹിക്കുന്നു, ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ആഗ്രഹിച്ചത് നടത്തിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഇവനും പോവും, പൂനത്തെ പോലെ തന്നെ. അങ്ങനെ തിരികെ നമ്മുടെ ഹീറോയിനെയും കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള ഒരു അലമാര നിറയെ ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഇവളെ കാണിച്ചു കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവന് ദിനേശ് പണ്ഡിറ്റിനെ അറിയുകയില്ല, അതല്ല ഇവനും ദിനേശ് പണ്ഡിറ്റിനെ അറിയാം. അങ്ങേരുടെ കഥകളൊക്കെ ഇവനും വായിക്കാറുണ്ട്. മേ ബി നമ്മുടെ ഹീറോയിനേക്കാളും ദിനേശ് പണ്ഡിറ്റിന്റെ കടുത്ത ആരാധകനായിരിക്കാം ഇവൻ. റാണി റാത്ത് ഓഫ് കസോലി എന്ന ബുക്കാണ് അവളുടെ ജീവിതത്തിൽ യൂസ് ചെയ്തതെങ്കിൽ അഭിമന്യു റിവെഞ്ച് ഓഫ് ദ കോബ്ര എന്ന ബുക്കാണ് യൂസ് ചെയ്തത്. ഇവന്റെ കുടുംബത്തെ മുഴുവൻ കൊല്ലാൻ പാമ്പുകളെ യൂസ് ചെയ്തില്ലേ, ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ്. അന്ന് ആദ്യമായി അഭിമന്യു റാണിയെ കണ്ടപ്പോൾ ആദ്യം തന്നെ അവൻ ശ്രദ്ധിച്ചത് അവളുടെ കയ്യിലിരിക്കുന്ന ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കാണ്. ശരിക്കും ആ ബുക്ക് കണ്ടിട്ടാണ് ഇവൻ ഇവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഈ വക കാര്യങ്ങളൊക്കെ പടിപടിയായി നമ്മുടെ റാണിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ച് സൈഡിലേക്ക് മാറി തട്ടിയടിച്ച് അവൾ താഴെ വീഴുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആ മഴയത്ത് പേടിച്ച് കിതച്ച് ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് എന്റെ ഭർത്താവ് എന്നെ കൊല്ലാമായിരുന്നു എന്ന് പറയുന്ന റാണിയാണ്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട സീൻ. ആക്ച്വലി ഈ സീനിൽ ഇവൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഋഷുവിനെ അല്ല, അഭിമന്യുവിനെയാണ്. അഭിമന്യു ഒരു ബോൺ ക്രിമിനലാണ്. അവനാണ് അവന്റെ കുടുംബത്തെ മൊത്തം കൊന്നത്. അവനിപ്പോൾ തന്നെയും കൊല്ലാൻ ശ്രമിക്കുവാണെന്ന് പറഞ്ഞ് മോണ്ടുവിനോട് പറഞ്ഞു. പുള്ളി അത് വലിയ കാര്യമാക്കുന്നില്ല. ഇവളിപ്പോൾ ഈ സ്റ്റേഷനിലാണല്ലോ, സ്റ്റേഷനിലുള്ളപ്പോൾ അവൻ എന്തായാലും ഇവിടെ വന്ന് ഇവളെ അറ്റാക്ക് ചെയ്തില്ല. എന്നാൽ റാണി പറയുന്നത് അഭിമന്യു ഇവളുടെ ഹസ്ബൻഡിനെ, ഇവളുടെ ശരിക്കും ഹസ്ബൻഡിനെ, നമ്മുടെ ഋഷുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. ഓ, അപ്പൊ ഋഷു ജീവനോടെ ഉണ്ടെന്ന് നീ സമ്മതിച്ചു. അവൻ എവിടെയുണ്ട്? മോണ്ടുവിന്റെ ഉദ്ദേശം ഇതായിരുന്നല്ലോ, ഋഷുവിനെ കണ്ടുപിടിക്കുക, നീലിനെ കൊന്നവനോട് പ്രതികാരം ചോദിക്കുക. ഉടൻ മോണ്ടു ബാക്കിയുള്ള പോലീസുകാരോട്, മാഡം പറഞ്ഞത് കേട്ടില്ലേ, മാഡത്തിന്റെ ഹസ്ബൻഡ് അപകടത്തിലാണെന്ന്, മാഡത്തിന്റെ ഭർത്താക്കന്മാരെ എല്ലാം പിടിച്ചോണ്ട് പോവാ. എന്താ സാർ, ഭർത്താക്കന്മാരോ? അതേന്ന്, നമ്മുടെ മാഡത്തിന്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാ. പോയി അവരെ രണ്ടുപേരും പിടിച്ചോണ്ട് പോവാ. തുടർന്ന് റാണി പറഞ്ഞു കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ ഋഷു ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം പോലീസ് പോയി അന്വേഷിക്കുന്നു. എങ്ങും അവരെ കണ്ടെത്താനായില്ല. അന്വേഷണത്തിനൊടുവിൽ ഒരു വാഹനം കത്തി നശിച്ചു, അതിൽ 2 പേര് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് ഇവർക്ക് കിട്ടുന്നത്. പോലീസ് സ്ഥലത്തെത്തി ആരൊക്കെയാണ് മരണപ്പെട്ടതെന്ന് അന്വേഷിച്ചു വരുമ്പോൾ അതിൽ ഒരെണ്ണം അഭിമന്യുവാണ്. അവന്റെ പെട്ടിയും അവന്റെ കുറച്ച് ID കാർഡ്സും ഒക്കെ ആ പരിസരത്തുനിന്ന് കിട്ടി. മറ്റൊന്ന് നമ്മുടെ ഋഷുവിനെ നിരന്തരമായി ശല്യം ചെയ്തിരുന്ന പൂനമാണ്. ഇതെന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അഭിമന്യുവും കൊല്ലപ്പെട്ടു, പൂനവും കൊല്ലപ്പെട്ടു. ഓഫ് കോഴ്സ് ഇതൊരു കൊലപാതകമായിരിക്കും. കൊല ചെയ്തിരിക്കുന്നത് നമ്മുടെ ഋഷു ആണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടെന്നുള്ളതാണ്. എങ്ങനെയോ ഇങ്ങനെയൊക്കെ ആയി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ പോലീസിന്റെ പ്രധാന സംശയം നമ്മുടെ റാണിയെ തന്നെയാണ്. ഇവളുടെ ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൾക്ക് ഇതിൽ കൈയുണ്ടെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. തുടർന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവളെ ചോദ്യം ചെയ്യുന്നു, തല്ലിപ്പിഴിഞ്ഞ് ചോദ്യം ചെയ്യുന്നു. ഇക്കാര്യങ്ങളൊക്കെ ന്യൂസിലൂടെ പുറത്തു വിടുന്നുണ്ട്. എന്തിന്? നമ്മുടെ ഹീറോയെ ട്രിഗർ ചെയ്യാൻ. അവൻ എവിടെയുണ്ടെങ്കിലും അവൻ ഇവിടെ വരണം. തുടർന്ന് റാണി വലിയ ബുദ്ധിമുട്ടിലാണ്. റാണി അവരെ തല്ലിപ്പിഴിഞ്ഞ് ചോദ്യം ചെയ്യണമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ പോലീസിന് വേണ്ടി ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തു. അതിലവൻ പറയുന്നതാവട്ടെ 3 ദിവസം കഴിഞ്ഞ് ഇവിടെ ആ ക്രോക്കഡൈൽസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ആ റിവറിന് മുകളിലൂടെ പാസ് ചെയ്യുന്ന റെയിൽവേ ബ്രിഡ്ജിൽ അവൻ വരും. അന്ന് റാണി അവളുടെ 2 കാലി നടക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്റെ മുന്നിൽ വരണം, എങ്കിൽ മാത്രമേ അവൻ കീഴടങ്ങൂ എന്ന് പറഞ്ഞു. മോണ്ടോ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു. ഋഷു കീഴടങ്ങാൻ പോവാണ്. അവന് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇതൊരു ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ബ്രിഡ്ജിന്റെ 2 സൈഡിലും പോലീസ് ഉണ്ടാവും.
താഴെ വെള്ളത്തിൽ ചാടാനും പറ്റത്തില്ല, ബിക്കോസ് ക്രോക്കഡൈൽസ് ഉണ്ട്. ഇവർ വെള്ളത്തിൽ ചാടിയാൽ ഇവർ മരിക്കും, ക്രോക്കഡൈൽസ് കൊല്ലും. സോ ലിറ്ററലി ഇത് പോലീസിനൊരു ഗോൾഡൻ ചാൻസ് ആണ്. റിഷുവിനെ പിടിക്കാൻ അവനായിട്ട് തന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ആ ദിവസം വന്നെത്തി. പോലീസുകാർ റാണി അടിച്ചൊരു പരുവാക്കിയെങ്കിലും അവൾക്ക് ഇപ്പോൾ അവളുടെ 2 കാലം നടക്കാൻ പറ്റും. റിഷു പറഞ്ഞ ആ ഒരു അവസ്ഥയിലുണ്ട് അവള്. അവളെയും കൊണ്ട് അവർ ആ ബ്രിഡ്ജിലെത്തി. സെയിം ടൈം നമ്മുടെ റിഷുവും അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസിന് റിഷുവിനെ ജീവനോടെ പിടിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് നേരെ ഫയർ ചെയ്തൊന്നുമില്ല. ഇതറിയാവുന്ന റിഷു അവന്റെ കഴുത്തിൽ ഒരു കത്തി വെച്ച് റാണിയെ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പോലീസ് റാണിയെ വിട്ടുകൊടുത്തു. റാണി റിഷുവിന്റെ അടുത്ത് ചെന്നു. പാലത്തിന് ഇരു സൈഡിലായിട്ട് പോലീസ് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. റിഷുവിന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. പോലീസ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അവരെല്ലാം റിഷുവിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് കണ്ണൊക്കെ ചൂണ്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇന്നേരം ഒരു പോലീസുകാരൻ ഇതൊന്നും മൈൻഡ് ആകാതെ നേരെ അങ്ങോട്ട് നടന്നു ചെല്ലുന്നു. ഇതാറാ കമാൻഡ് ഒന്നും കേൾക്കാതെ നടന്നില്ലെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് അഭിമന്യുവായിരുന്നു. ഈ പടം മൊത്തം ട്വിസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, അഭിമന്യു മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. അവൻ പോലീസ് യൂണിഫോം ഒക്കെ ഒപ്പിച്ച് അതിന്റെ കൂടെ ഒരു ഗണ്ണ് ഒപ്പിച്ച് നമ്മുടെ ഹീറോയുടെ അടുത്ത് നിന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുന്നു. റിഷു ഗണ്ണ് തട്ടി മാറ്റി. പെട്ടെന്ന് അവർ തമ്മിൽ അടിയായി. 3 പേരും തമ്മിൽ പിടിയും വലിയൊക്കെ ആയി. നമ്മുടെ ഹീറോയിൻ പാലത്തിൽ നിന്ന് തെറ്റി താഴെ വിടാൻ പോകുന്നുണ്ട്. ജസ്റ്റ് അവളെ പാലത്തിൽ പിടിച്ച് അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോഴേക്കും തന്നെ ബാക്കി പോലീസുകാർ ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവരെ 3 പേരും പിടിക്കാൻ. പക്ഷേ അവരടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള ഉന്തും തള്ളുമൊക്കെ കാരണം 3 പേരും വെള്ളത്തിൽ വീണുപോയി. എന്തൊരവസ്ഥയെന്ന് നോക്കിക്കോണേ. നേരെ മുതലുകളുടെ വായിലോട്ട്. മുതലുകളുള്ള റിവർ വീണാൽ അത് മുതലുകൾ ഏറ്റവും കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്ന ഇവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലല്ലോ. അങ്ങനെ ഇവരുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുവാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. 3 ബോഡി കിട്ടാത്ത പക്ഷം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ മരിച്ചു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന തെളിവ് കിട്ടാത്ത പക്ഷം അവർ മരിച്ചു എന്ന് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല. പോലീസ് ഫോഴ്സ് വലിയ രീതിയിൽ തിരച്ചിലൊക്കെ നടത്തുന്നു. വെള്ളത്തിനടിയിൽ നിന്ന് നമ്മുടെ റിഷുവിന്റെ സിന്തറ്റിക് ക്യാമൊക്കെ കിട്ടുന്നുണ്ട്. റിഷു, റാണി, അഭിമന്യു ഇവർ 3 ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലുള്ള CCTV വിഷ്വൽസ് എല്ലാം കിട്ടാവുന്ന മാക്സിമം വിഷ്വൽസ് നമ്മുടെ മോണ്ടു ചാച്ച കളക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരത്തെ അന്വേഷണത്തിനൊടുവിൽ ഇദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. അത് ഇദ്ദേഹത്തിന്റെ ഹയർ ഓഫീസറെ അറിയിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ 3 ഇപ്പൊ ജീവനോടെ ഉള്ളത്. അതായത് നമ്മുടെ റിഷുവും റാണിയും അഭിമന്യുവും 3 പേരും മരിച്ചിട്ടില്ല, അവർ രക്ഷപ്പെട്ടു എന്ന്. നേരത്തെ ആ കാർ അപകടത്തിൽ അഭിമന്യു കൊല്ലപ്പെട്ടു എന്ന് ഓൾറെഡി ഇവർ വിചാരിച്ചതാണ്. പക്ഷേ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് അഭിമന്യുവല്ല, പകരം അഭിമന്യുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ലല്ലനാണ്. അഭിമന്യുവിന്റെ കുടുംബത്തെ കൊല്ലാനായിട്ട് അവനെ പാമ്പിനെ പിടിക്കാനൊക്കെ സഹായിച്ച ലല്ലൻ നിരന്തരമായി അഭിമന്യുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാറുണ്ടായിരുന്നു. എന്നും അഭിമന്യുവിന് ലല്ലൻ വലിയൊരു തലവേദനയായിരുന്നു. നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ ലല്ലനെയും ഒഴിവാക്കി, പൂനത്തെയും ഒഴിവാക്കി. പൂനത്തെ ഒഴിവാക്കിയത് എന്തിനാണെന്നാൽ നമ്മുടെ ഹീറോയെ അഭിമന്യു അവന്റെ സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ പൂനം ഇവരെ ഫോളോ ചെയ്ത് ചെല്ലുന്നുണ്ടായിരുന്നു. അഭിമന്യുവിന്റെ ആ ഒരു ലൊക്കേഷൻ കണ്ടെത്തുന്നുണ്ടായിരുന്നു. അവൾ നിരന്തരമായി നമ്മുടെ റിഷുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കിയപ്പോൾ ഇവരെ 2 പേരെ കൂടെ ഒഴിവാക്കി. ലല്ലന് പകരം അഭിമന്യുവാണ് കൊല്ലപ്പെട്ടതെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു. ദെൻ റിഷുവും റാണിയും അഭിമന്യുവും കൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. റാണിക്കും റിഷുവിനും ഒറ്റ ഉദ്ദേശം മാത്രം, അവർക്ക് ഒന്നിച്ച് ജീവിക്കണം, നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അഭിമന്യുവിന്റെ കുടുംബത്തിലെ എല്ലാവരെയും കൊന്നത് അഭിമന്യു ആണെന്നുള്ള കാര്യം ഇപ്പോൾ റാണിക്കും റിഷുവിനും അറിയാം. സോ ഇൻ കേസ് നമ്മുടെ റിഷുവോ റാണിയോ പിടിക്കപ്പെടുവാണെന്നുണ്ടെങ്കിൽ അവർ പോലീസിന് അഭിമന്യുവിനെതിരെ മൊഴി കൊടുക്കും. അത് അവന് വലിയൊരു പ്രശ്നമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൊഴിഞ്ഞു പറഞ്ഞതുകൊണ്ട് 3 പേർക്കും രക്ഷപ്പെടണമെന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് 3 പേരും ഒരുമിച്ച് തീരുമാനമെടുത്തു. അന്ന് രാത്രി ആ മഴയത്ത് നമ്മുടെ റാണി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി കുതിച്ച് കയറി ചെന്നില്ലേ, അവളുടെ ഭർത്താവ് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ്. ആക്ച്വലി അത് ഇവരുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നു. ഇൻസ്പെക്ടർ മോണ്ടോ കളക്ട് ചെയ്ത CCTV വിഷ്വലിൽ നിന്ന് ഇത് വ്യക്തമാണ്. അന്ന് രാത്രി 3 പേരും അഭിമന്യുവിന്റെ വീട്ടിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നതും അതിനുശേഷം പിന്നെ നമ്മുടെ ഹീറോയിൻ ഓടി കുതിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും ഒക്കെ വിഷ്വലിൽ ക്ലിയർ ആയിട്ട് കാണാം. ദെൻ അഭിമന്യുവും റിഷുവും ഒരു ബൈക്കിൽ പോകുന്നതും കാണാം. 2 പേരും ഒരുമിച്ച്. ചുരുക്കി പറഞ്ഞാൽ മൊത്തം പോലീസ് ഫോഴ്സിനെയും വട്ട് കളിപ്പിച്ച് അവർ രക്ഷപ്പെട്ടു എന്ന്. ഇതെല്ലാം സീനിയർ ഓഫീസറോട് പറഞ്ഞപ്പോൾ അല്ല അവർ രക്ഷപ്പെട്ടെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും. താഴെ ക്രോക്കഡൈൽസ് ഇല്ലേ, ഉറപ്പായും റിവറിലെ ക്രോക്കഡൈൽസ് അവരെ കൊന്നു കാണുമല്ലോ. ഇല്ല സാർ, അങ്ങനെ അവന് സാധ്യതയില്ല. ഇതിന്റെ പുറകിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, അതിനി നമുക്ക് കണ്ടെത്തണം. മോണ്ടു, ഇതിന്റെ പുറകിലെ മിസ്റ്ററി തേടി പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ തന്നെ മീഡിയ വലിയ രീതിയിൽ ഈ വാർത്തയൊക്കെ കൊടുത്ത് ആകെ ബഹളമാക്കുന്നുണ്ട്. സോ അവരെ ക്രോക്കഡൈൽസ് തിന്നു, ഇത് വെച്ച് ഈ കേസ് അങ്ങ് അവസാനിപ്പിച്ചേക്ക്, ഇനി ഇതിന്റെ പുറകെ പോകണ്ട, മനസ്സിലായോ? മോണ്ടു ആവുന്നേ പോകുന്നേ അവന്റെ ഹയർ ഓഫീസറോട് സമയം ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ടൈം കൊടുക്കുന്നില്ല, കേസ് അവസാനിപ്പിക്കാൻ ഓർഡർ ഇട്ടു. മുമ്പ് ഈ അവസ്ഥ നമ്മുടെ ഓഫീസർ കിഷോറിനും വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന കിഷോർ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന്, പണ്ട് നീലിന്റെ കേസിൽ ഇതേപോലെ ഒരു സിറ്റുവേഷൻ എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്ന് എന്റെ ഹയർ ഓഫീസർ പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് കേസ് അവസാനിപ്പിക്കേണ്ടി വന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് കേസ് അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ അവസാനിപ്പിച്ചില്ല. പറ്റുന്നത്ര ആഴത്തിൽ അന്വേഷിക്കുക, ഉറപ്പായി നമ്മൾ സത്യം കണ്ടെത്തും എന്ന് പറഞ്ഞു. കട്ട് ചെയ്താൽ 6 മാസം കഴിഞ്ഞു പോയിരിക്കുന്നു. ആഗ്രയിൽ നിന്നൊക്കെ കുറേ മാറിയ ഒരു സ്ഥലത്ത് ദേ നമ്മുടെ റാണി ഇവിടെയുണ്ട്. അവളുടെ കൂടെ 3 കുട്ടികളുണ്ട്. ദാ അഭിമന്യു അങ്ങോട്ട് വരുന്നു. 6 മാസം കൊണ്ട് 3 കുട്ടികൾ, അതും ഈ പ്രായത്തിലുള്ള കുട്ടികൾ. ട്വിസ്റ്റ് ഒന്നുമല്ല, സംഭവം ഇത് ഇവരുടെ കുട്ടികളല്ല, ഇവള് പഠിപ്പിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ അഭിമന്യുവും റാണിയും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അന്ന് അപകടത്തിൽ റിഷു മാത്രമാണ് കൊല്ലപ്പെട്ടത്. ഇവർക്ക് 2 പേർക്കും രക്ഷപ്പെടാൻ സാധിച്ചു. ഒരുപക്ഷെ വെള്ളത്തിൽ വീണപ്പോൾ നമ്മുടെ റിഷുവിന്റെ സിന്തറ്റിക് ക്യാം ഊരി പോയിട്ടുണ്ടാവാം. സോ അവനത്ര ഫാസ്റ്റിൽ നീന്താൻ സാധിച്ചിട്ടുണ്ടാവത്തില്ല. റിഷു മരണപ്പെട്ടതോടെ റാണി അഭിമന്യുവിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. ഇവനൊരു സൈക്കോ ആണെങ്കിലും അവനെ ചതിച്ചവരെയൊക്കെ അവൻ കൊന്നിട്ടുണ്ടെങ്കിലും അവൻ ഇവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. ദ്യോസറിലെ ശാരദ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ് ഇപ്പം നമ്മുടെ ഹീറോയിൻ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നു. അഭിമന്യു ആണെങ്കിലും ഒരു പുതിയ ക്ലിനിക്കിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഇരുവരും അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ജോലി ചെയ്ത് സന്തോഷമായിട്ടെന്ന് പറയാം. വെൽ, റിഷുവിനെ നഷ്ടപ്പെട്ടെങ്കിലും അതൊക്കെ മറന്ന് മുന്നോട്ട് ഒരു നല്ല ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരിക്കൽ സ്കൂൾ ടീച്ചർ റാണി കുട്ടികളുടെ ഹോംവർക്കൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഒരു കുട്ടിയുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവൾ ആകെ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നില്ല. എന്തോ കണ്ട് അവൾ ഞെട്ടി. അവിടെ കട്ട് ചെയ്താൽ അങ്ങ് ബീഹാറിൽ നമ്മുടെ ബോണ്ടു അങ്ങേറെ വീട്ടിൽ അങ്ങേറെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഒരു പാഴ്സൽ വന്നു. ദിനേശ് പണ്ഡിറ്റിന്റെ ഒരു ബുക്കായിരുന്നു അത്. ഓർഡർ ചെയ്തത് ഇങ്ങേരല്ല, മറ്റാരോ എവിടുന്നോ ഇങ്ങേറെ പേരിൽ പാഴ്സൽ അയച്ചു. ഈ ബുക്ക് മുഴുവൻ വായിക്കാൻ അതിൽ എഴുതിയിട്ടുണ്ട്. ബുക്കിന്റെ പേര് ദ ക്രോക്കഡൈൽസ് ട്രാപ്പ്.
ആകെ പോയി ഈ ബുക്കിന്റെ 3 കോപ്പീസ് മാത്രമേ ഉള്ളൂ. അതിലൊരെണ്ണമാണ് ഇദ്ദേഹം വായിക്കുന്നതെന്നും അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ ബുക്കിലെ കഥകളിലൂടെ യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. അന്ന് ഋഷു പോലീസിന് ആ വീഡിയോ പ്രിപ്പയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഋഷു ഇന്ന പോലെ ഈ ഒരു ബ്രിഡ്ജിൽ വരുമെന്ന് അവരെ അറിയിച്ചതിന് ശേഷം പോലീസ് നിരന്തരമായിട്ട് ഈ ബ്രിഡ്ജിൽ ചെക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയം ഋഷുവും അഭിമന്യും കൂടെ പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന ആയുധങ്ങൾ അവരറിയാതെ അടിച്ചു മാറ്റി. അന്ന് മുതൽ 3 ദിവസം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം ഈ ബ്രിഡ്ജിൽ വന്ന് കീഴടങ്ങാമെന്നാണ് ഋഷു പറഞ്ഞത്. സോ അതിന് മുമ്പുള്ള ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 ദിവസം ഋഷു അഭിമന്യും പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ തുടങ്ങി. പാതിരാത്രി ഈ സ്ഥലത്ത് വരുന്നു. ഈ ബ്രിഡ്ജിന് തൊട്ട് താഴെയായിട്ട് ഒരുപാട് മുതലുകളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ മുതലുകളെ ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ ഇവർ ഈ ബ്രിഡ്ജിൽ ചാടുമ്പോൾ ഇവരെ മുതലുകൾ കൊല്ലും. അതിനുവേണ്ടി ഈ ബ്രിഡ്ജിൽ നിന്ന് ദൂരത്തേക്ക് പോയി ഇറച്ചികളൊക്കെ ഇട്ട് കൊടുത്ത് മുതലുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവാണ്, ലീഡ് ചെയ്ത് കൊണ്ടുപോവാണ്. ബ്രിഡ്ജിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം, ബ്രിഡ്ജിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറച്ചികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുതലുകൾ പതിയെ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് മാറും. അവർക്ക് അവൈലബിൾ ആയിരുന്ന 3 ദിവസം കൊണ്ട് ഇരുവരും കൂടെ ഈ പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് നടപ്പിലാക്കി. ഈ സമയത്തൊക്കെ ഋഷുവും അഭിമന്യും കൂടെ 2 പേരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതെന്നുണ്ടെങ്കിലും അഭിമന്യു ലല്ലനെയും പൂനത്തെയും കൊന്നത് ഇവരുടെ 2 പേരുടെ സമ്മതം ചോദിച്ചിട്ടോ ഇവരെ അറിയിച്ചിട്ടോ അല്ല. ഒരുപാട് നാളായി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്ന ലല്ലനെയും തന്റെ സ്ഥലം കണ്ടുപിടിച്ച പൂനത്തെയും ഇല്ലാതാക്കാൻ ഒരു അവസരം കിട്ടി. അവൻ അങ്ങനെ യൂസ് ചെയ്തു. അങ്ങനെ ആ 3 ദിവസം കൊണ്ട് മുതലുകളെ മാക്സിമം ദൂരത്തേക്ക് മാറ്റി അപകട സാധ്യതയെല്ലാം ഒഴിവാക്കി. അത്രയും പോലീസുകാരെ നിരത്തി നിർത്തി അവരുടെ കണ്ണിൽ പൊടിയിട്ട് മൂവരും പ്ലാൻ ചെയ്ത് രക്ഷപ്പെട്ടു. എന്നാൽ അന്ന് റിവറിനടിയിൽ എത്തിയിട്ടും അറ്റ് സം പോയിന്റ് നമ്മുടെ ഋഷുവിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവന്റെ സിന്തറ്റിക് ആം നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രോപ്പറായി അവനെ നീന്തി വരാൻ സാധിച്ചില്ല. എവിടോ ദൂരത്തുണ്ടായിരുന്ന ഒരു മുതല വന്ന് അവനെ കൊന്നുകളഞ്ഞു. ഋഷുവിന്റെ അടുത്തേക്ക് മുതല വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിനും അതേപോലെ അഭിമന്യും കണ്ടിരുന്നു. ഇരുവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. റാണി അതുകൊണ്ട് ഋഷുവിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അഭിമന്യു അവളെ പിടിച്ചു മാറ്റി. ഇക്കാര്യങ്ങളൊക്കെ ഇപ്പം മോണ്ടുവിന് മനസ്സിലായല്ലോ. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ആ ഒരു ബുക്കിൽ ഇവരൊരു അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ടോട്ടാ മെയിന ലവേഴ്സ് പോയിന്റിലേക്ക് വരാനാണ് എഴുതിയിരുന്നത്. കാരണം ഈ കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ കഥയുടെ ക്ലൈമാക്സ് അവിടെയാണെന്ന്. ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് ഒരു വലിയ മലയുടെ ഒരു റിഡ്ജ്, ഒരു തില്ലത്തുള്ള ഒരു പോർഷനാണ്. കട്ടിതാൽ അങ്ങ് ദിവസമുള്ള നമ്മുടെ അഭിമന്യുവിനും ഇതുപോലെ ഒരു ചെറിയ എഴുത്ത് കിട്ടുന്നു. അതേ ലവേഴ്സ് പോയിന്റിലേക്ക് ചെല്ലാനായിട്ട് സമയവും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അഭിമന്യു അവിടെ എത്തി നോക്കുമ്പോൾ നമ്മുടെ റാണി കുറേ തില്ലത്തേക്ക് മാറി നിൽക്കുന്നു. ഒന്ന് കാല് തെറ്റിയാൽ തെറിച്ച് താഴെ വീഴും. താഴോട്ട് നോക്കിയാൽ എത്ര ആഴുണ്ടെന്ന് കാണത്തോലുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണത്. അഭിമന്യു അവളുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ ഒരടി മുന്നോട്ട് വെക്കരുത്, ഞാൻ ഇവിടുന്ന് ചാടും. അല്ല റാണി എന്ത് പറ്റി? അന്നേ ഋഷു എന്നോട് പറഞ്ഞായിരുന്നു നിന്നെ വിശ്വസിക്കരുതെന്ന്. ആളുകളെ കൊല്ലുന്നത് നിനക്കൊരു ഗെയിം പോലെയാണ്. ലല്ലൻ, പൂനം അവരൊന്നും നമ്മുടെ പ്ലാന്റെ ഭാഗമേ ആയിരുന്നില്ല. എന്നിട്ട് നീ അവരെ കൊന്നു. റാണി അത് പിന്നെ അവര് ജീവനോട്ടിറങ്ങി നമുക്ക് റിസ്ക് അല്ലേ? 2 പേരും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരാ. ഇവർ പോലീസിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും തന്നെ ഇൻസ്പെക്ടർ മോണ്ടുവും അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പോലീസുകാരും ലൊക്കേഷനിലെത്തി. ഇദ്ദേഹം കൂടെ വന്നതോടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ റാണി വിശദമായിട്ട് പറയുകയാണ്. അന്നൊരിക്കൽ ആ രാത്രി ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കുകൾ ഇവന്റെ വീട്ടിലെ അലമാര മുഴുവൻ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നത് റാണിയെ കാണിച്ചു കൊടുത്തിട്ട് അവനൊരുമാതിരി വല്ലാത്ത വിയേർഡായിട്ട് വന്ന് സംസാരിച്ചപ്പോൾ റാണി ഒരുമാതിരി പേടിച്ച് പുറകോട്ട് മാറുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം റാണി തട്ടിയടിച്ച് വീഴുന്നതായിട്ടും പിന്നെ പുള്ളിക്കാരി ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് എന്റെ ഭർത്താവിനെ കൊല്ലാൻ വരുന്നു എന്ന് പറയുന്നതുമാണ് നമ്മൾ കണ്ടത്. എന്നാൽ പുള്ളിക്കാരി തട്ടിയടിച്ച് വീഴുന്നതിന് മുമ്പ് നമ്മുടെ ഋഷു അവിടെ വന്നു. ഋഷു ഓടി വന്ന് വാതിൽ തുറന്നു. അഭിമന്യു ഇവനെ പൂട്ടിയിട്ട് അവിടുത്തെ വാതിലൊക്കെ തല്ലി തുറന്ന് ഋഷു രക്ഷപ്പെട്ടായിരുന്നു. ഇപ്പൊ ഋഷുവിനെ കണ്ടപ്പോൾ റാണി അവന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് പുള്ളിക്കാരി തട്ടിയടിച്ച് വീഴുന്നത്. 2 പേരും ഓടി വന്ന് റാണിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് അവളെ കോൺഷ്യസ് ആക്കിയിട്ട് മൂവരും ഒരുമിച്ച് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്യുന്നു. ദ ക്രോക്കഡൈൽ ട്രാപ്പ് എന്ന ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അഭിമന്യുവാണ് പറയുന്നത്. ആകെ പോകെ ഈ ബുക്കിന്റെ 3 കോപ്പീസ് മാത്രം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു കോപ്പി അഭിമന്യുവിന്റെ അടുത്തുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവർ വെള്ളത്തിൽ ചാടി മുതലുകളില്ലാത്ത ഏരിയ ആയതുകൊണ്ട് അവർ ഉദ്ദേശിച്ച ലൊക്കേഷനിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഏത് ലൊക്കേഷനിലേക്ക് പോകണമെന്ന് അവർ ക്ലൂ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വെള്ളത്തിനടിയിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാനായിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. റാണിക്കും അഭിമന്യുവിനും വേഗത്തിൽ നീന്തി അങ്ങോട്ട് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും ഋഷുവിന്റെ കാര്യം അങ്ങനെയല്ല. അവൻ ആ സിന്തറ്റിക് ആമം വെച്ചിട്ട് പതിയെയാണ് വരുന്നത്. ഒരു പോയിന്റിൽ പുള്ളിക്കാരൻ ആകെ അങ്ങ് സ്റ്റക്കായി പോകുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ റാണി അഭിമന്യുവിനോട് ഋഷുവിനെ ഹെൽപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അഭിമന്യു എന്ത് ചെയ്തെന്നോ ഋഷുവിന്റെ അടുത്ത് നിന്ന് അവന്റെ സിന്തറ്റിക് ആം പിടിച്ചൂരി അതങ്ങ് തട്ടിക്കളഞ്ഞു. ചുറ്റുപാട് നോക്കിയപ്പോൾ കുറച്ച് അകലെ ഒരു മുതല ഇവിടുത്തെ അനക്കമൊക്കെ കണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. സിന്തറ്റിക് ആമില്ലാതെ ഋഷുവിന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല. അവനെ കൊണ്ട് അത്ര വേഗത്തിൽ ഒട്ടും തന്നെ വേഗത്തിൽ നീന്താൻ സാധിക്കത്തില്ല. അങ്ങനെ അഭിമന്യു നമ്മുടെ ഋഷുവിനെ മുതലക്ക് ഇട്ടുകൊടുത്തിട്ട് റാണിയെയും കൊണ്ട് കരയിൽ കയറി. മുതല ഋഷുവിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കണ്ട് റാണി അലറി വിളിച്ച് കരഞ്ഞെങ്കിലും അഭിമന്യു ഇവളെ അങ്ങോട്ട് പോകാൻ അനുവദിച്ചില്ല. ഇവളെ പിടിച്ചു മാറ്റി അവളെ സമാധാനിപ്പിച്ച് അവളോടൊരു സ്നേഹമുള്ള പോലെയൊക്കെ പെരുമാറി ലിറ്ററലി അവളെ കൺവിൻസ് ചെയ്ത് അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫിലേക്ക് അവളെ കൊണ്ടുപോകുമായിരുന്നു. അഭിമന്യു ഋഷുവിനെ ചതിച്ചു കൊന്നതാണെന്ന് ഇവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇവൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഋഷു മരണപ്പെട്ടു. ഇവൻ തന്നെ ചതിക്കുകയാണ് ചെയ്തത്. ഈ കഴിഞ്ഞ 6 മാസം ഇവനെങ്കിലും തനിയുണ്ടല്ലോ. ഇവൻ മുമ്പ് കുറച്ച് ഉടായ്പ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവൻ തന്നെ സ്നേഹിച്ച് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു. എന്നാൽ അഭിമന്യു കൂടി ഇവളെ ചതിച്ചെന്ന് മനസ്സിലാക്കിയതോടെ അവൾക്ക് വേറെ വഴിയില്ല. ജീവിക്കാൻ ഒരു കാരണവും ഇല്ലാണ്ടായി അവൾ ആ ഒരു ക്ലിഫിൽ നിന്ന് എടുത്ത് താഴെ ചാടി. അതൊക്കെ കണ്ട് അഭിമന്യു അല്ലറി വിളിച്ച് കരഞ്ഞ് മെഴുകി ഒരുമാതിരി പരുവമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ മോണ്ടുവും അങ്ങേറെ കൂടെയുള്ള പോലീസുകാരും അവനെ അറസ്റ്റ് ചെയ്തു. എത്ര പേരെയാണ് ഇവൻ കൊന്നത്? ഇവന്റെ കുടുംബം, ലല്ലൻ, പൂനം, നമ്മുടെ ഋഷു ആൻഡ് മേ ബി റാണിയുടെ മരണത്തിന് ഇവന് പങ്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയധികം ആളുകളെ കൊന്ന അല്ലെങ്കിൽ അവരുടെ മരണത്തിന് കാരണമായി ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ ഇവൻ പുറംലോകം കാണത്തില്ല. ആൻഡ് ഇപ്പോൾ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ റാണിയുടെ ബോഡി ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലെന്നുള്ള കാര്യം മറ്റൊരു പോലീസുകാരൻ മോണ്ടുവിനോട് പറയുന്നത്. ഇത് കേട്ടതും അഭിമന്യു അങ്ങ് ചിരിക്കാനും തുടങ്ങി. ചിരിയുടെ അർത്ഥം മനസ്സിലായല്ലോ, റാണി മരിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ അത്രയും വലിയ ക്ലിഫിന് മുകളിൽ നിന്ന് ചാടിയിട്ട് അവൾ മരിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. കാരണം ദിനേശ് പണ്ഡിറ്റിന്റെ കഥ അനുസരിച്ചാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കഥയിൽ ചോദ്യമില്ല. അന്ന് ആ റിവറിൽ വെച്ച് അഭിമന്യു ഋഷുവിന്റെ സിന്തറ്റിക് ആം വലിച്ചൂരി കളഞ്ഞ് അവനെ ചതിച്ചില്ലേ? അതേസമയം ഒരു മുതലയും ഋഷുവിന് പുറകെ ചെല്ലുന്നുണ്ടായിരുന്നു. മുതല അങ്ങോട്ട്
വരുന്നത് കണ്ട് ഋഷു പെട്ടെന്ന് അവനെ കൊണ്ട് ആവുന്നത്ര വേഗത്തിൽ നീന്തി ഓടിച്ചെന്ന് അവന്റെ സിന്തറ്റിക് ആം എടുക്കുന്നുണ്ട്. മുതലേ അവനെ കടിക്കാനായിട്ട് വന്നപ്പോൾ അവന്റെ സിന്തറ്റിക് ആം മുതലയുടെ വായിലോട്ട് കുത്തിയാൻ കയറ്റി. കുറച്ച് സമയത്തേക്ക് അതിന്റെ അണ്ണാക്ക് സ്റ്റക്കായിരുന്നു. ആ സമയം കൊണ്ട് ഒരു വിധത്തിൽ നമ്മുടെ ഋഷു അവിടുന്ന് കരക്കെത്തി രക്ഷപ്പെട്ടിരുന്നു. കുട്ടികളുടെ ഹോംവർക്ക് ചെക്ക് ചെയ്തപ്പോൾ റാണി ഒരു കുട്ടിയുടെ ബുക്കിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ കണ്ട് അമ്പരപ്പെട്ടത് വേറൊന്നുമല്ല, ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കിലെ ലൈൻസ് ആണ്. ഇങ്ങനെ എഴുതുന്നത് ആരാണ്? ഋഷു ആണ്. ഋഷു ജീവനോടുണ്ടെന്ന് ഇവള് മനസ്സിലാക്കി. അവൻ എഴുതിയിരുന്ന ലൈൻസിൽ നിന്ന് അടുത്തുള്ള അമ്പലത്തിൽ അവൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് അവൾ ഋഷുവിനെ മീറ്റ് ചെയ്തു. സോ ഋഷു ജീവനോടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്നിട്ടും അവൾ കോൺഫിഡന്റ് ആയിട്ട് ആ ക്ലിഫിന് മുകളിൽ നിന്ന് ചാടിയതിൽ അത്ഭുതപ്പെടാനില്ല. ക്ലിഫിന് മുകളിൽ നിന്ന് ചാടിയാൽ ജീവനോട് ഉണ്ടാവുമെന്ന് അവൾക്കറിയാം. ക്ലിഫിന് മുകളിൽ നിന്ന് ചാടിയാൽ നേരെ ചെന്ന് വെള്ളത്തിലാണ് വീഴുക. എന്നാലും ഇത്ര ഉയരമുള്ള സ്ഥലമല്ലേ, കാറ്റിന്റെ ദിശ പോലും പരിഗണിക്കാതെ ഇവൾ എടുത്ത് ചാടിയതൊരു മണ്ടൻ തീരുമാനമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ബട്ട് സ്റ്റിൽ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഹീറോയിനും രക്ഷപ്പെടണം. ആ ഒരു ഉദ്ദേശത്തിൽ കണ്ടാൽ ഈ ലോജിക് മിസ്റ്റേക്ക് ഒന്നും വലിയ പ്രശ്നമേ അല്ല. അങ്ങനെ അവിടെ ഒരു ഉത്സവം നടക്കുന്നതിനിടെ ചെന്ന് നമ്മുടെ ഹീറോയിൻ കയറി. അവിടെ വെച്ച് നമ്മുടെ ഹീറോയിനും ഒന്നിക്കുവാണ്. വീണ്ടും എത്രയ്ക്കോ തവണ ഇങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെയും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കട്ടിയതാൽ ഇപ്പൊ അഭിമന്യുവിനെ ഇൻസ്പെക്ടർ മോണ്ടു എയർപ്ലെയിനിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നേരമാണ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത മറ്റൊരു ടിസ്റ്റി പുള്ളിക്കാരൻ പൊട്ടിക്കുന്നത്. എന്നു വെച്ചാൽ ഈ കഥയിലുടനീളം പറയുന്ന ദിനേശ് പണ്ഡിറ്റ് ഉണ്ടല്ലോ, ആ പണ്ഡിറ്റിന്റെ മകനാണ് ഈ അഭിമന്യു. അതായത് അഭിമന്യുവിന്റെ അച്ഛനാണ് ദിനേശ് പണ്ഡിറ്റ്. തിരിച്ചും പറഞ്ഞാലും സംഭവം ഒന്ന് തന്നെ. ഇവന്റെ 7ാം വയസ്സിൽ മരണപ്പെട്ട ഇവന്റെ അച്ഛൻ. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് അഭിമന്യുവിന്റെ ആകെയും പോകുകയും 3 കോപ്പി മാത്രമുള്ള ആ ബുക്ക് വന്നതെന്ന്. ദാറ്റ്സ് ഇറ്റ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 7 അയൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് പാർട്ടിനെ അതുപോലെ തന്നെ പകർത്താൻ ശ്രമിച്ച് അവിടെ ഇവിടെയൊക്കെ പാളിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്ത് കരുതുന്നു? ഫസ്റ്റ് പാർട്ടല്ലേ കുറച്ചുകൂടെ നല്ലത്? ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് മാക്സിമം കമന്റ്സ് വേണം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അതേപോലെ തന്നെ ലൈക്സും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം. അഥവാ അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കമന്റ് ചെയ്ത് അറിയിക്കൂ. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യൻ മൂവീസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം.